ഹായ് ഗൈസ്, അപ്പോൾ B1B2 വിസയുടെ സീരീസിൽ അടുത്തൊരു വീഡിയോയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം B1B2 വിസ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു വിസയല്ല. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഈവൻ വെൻ വി സേ ദാറ്റ് ഇറ്റ്സ് ടൂറിസ്റ്റ് ആൻഡ് ബിസിനസ് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60-40 ആണ് ഒരു എന്താ പറയുക ഒരു 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 പെർസെൻറ്റേജ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ. പക്ഷെ അപ്രൂവൽ റേറ്റ് കൂടിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അപ്രൂവൽ റേറ്റ് കൂടുതലാണ്. അപ്പോൾ B1B2 വിസ ഇൻ കേസ് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയാൽ എങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഗ്യാരണ്ടീഡ് സക്സസ് ഉണ്ടാക്കാം, ഗ്യാരണ്ടീഡ് സക്സസ് നേടിയെടുക്കാം, അപ്രൂവൽ റെഡിയാക്കി എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺ ഫോർ റിജക്ഷൻ. എന്തുകൊണ്ട് നിങ്ങളുടെ വിസ റിജക്റ്റ് ആയി, അപ്പോൾ റിജക്റ്റ് ആകാനുള്ള കാരണങ്ങൾ എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും അൺക്ലിയർ ആണ്. കാരണം റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പാസ്പോർട്ട് തിരികെ മേടിക്കാൻ പോരുക എന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആരും അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അവർ കൊടുക്കുന്ന ഒരു സ്ലിപ്പുണ്ട്, DS-214 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലിപ്പുണ്ട്. DS-214 എന്ന് പറഞ്ഞാൽ 214B സെക്ഷനിലെ US ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം വിസ ഡിനേ ചെയ്യാനുള്ള റീസൺ കാണിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് തരുന്ന ഒരു സ്ലിപ്പാണ് DS-214. ഈ 214 മെയിനായിട്ടും സ്ട്രോങ് ടൈസ്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ യു ആർ അലൗഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദ ഇൻ്റർവ്യൂവർ. കോൺസുലാർ ഓഫീഷ്യലിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്പോർട്ട് തിരിച്ചു വരുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് അവരോട് ചോദിക്കാം, ക്യാൻ യു ഹാവ് ദ സ്പെസിഫിക് റീസൺ ഫോർ റിജക്ഷൻ? ഐ വാണ്ട് ടു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ again. So I will need to prepare even well when I come the next time. നമുക്ക് അറിയാമെങ്കിൽ can you please provide me with the reason for the actual reason for the rejection? വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുക. 99% പേരും എന്താ കാര്യം എന്നുള്ളത് പറയും. അപ്പോൾ ഈ റീസൺ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചാൻസ് നമുക്ക് 100% നമുക്ക് ഓവർകം ചെയ്യാം. 100% നമുക്ക് വിസ അപ്രൂവൽ കിട്ടുന്നത് ഗ്യാരണ്ടീഡാണ്. അങ്ങനെ ചെയ്തൊരു ആൾ എൻ്റെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. കാരണം പലരോടും പറയുമ്പോഴും പലരും വിസ റീസൺ ചോദിക്കാറില്ല, മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗത്തൂടെ എന്തെങ്കിലും എററാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രൂഫ് എൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോം ടൈസിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ, അൺക്ലിയർ ട്രാവൽ പ്ലാൻസ് ആണെങ്കിൽ, എന്താണ് എക്സാക്ട് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം എളുപ്പമായിരിക്കും. വൺസ് ഈ റീസൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നല്ല കണക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മൾ വിസ ഇൻ്റർവ്യൂവിന് ഫെയിലായി എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് വിചാരിക്കുക. അപ്പം നമുക്ക് അതനുസരിച്ച് നമ്മുടെ പ്രൊഫൈൽ സ്ട്രെങ്തൻ ചെയ്യുക, ഹോം ടൈസ് ഇംപ്രൂവ് ചെയ്യുക. ഹോം ടൈസിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യുക, അതുകൂടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു ട്രാവൽ പർപ്പസ് ആണെങ്കിൽ ട്രാവൽ പർപ്പസ് ക്ലിയർ ആക്കുക. ഒരു ഐറ്റിനറി സെറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ പ്ലേസും ഡേറ്റും അല്ലാതെ എക്സാക്റ്റ് ബുക്കിംഗ് കൊടുക്കുക. അതായത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, കോൺഫറൻസ് ടിക്കറ്റ്സ്, ഹോട്ടൽ ബുക്കിങ്സ്, അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഇന്ന ഡേറ്റിൽ ഇന്ന പ്ലേസിൽ ഇന്ന ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഐറ്റിനറി ഡിസൈൻ ചെയ്യുക. ഒരു ട്രാവൽ പർപ്പസ് ലോജിക്കലായിട്ടുള്ള ഒരു ട്രാവൽ പ്ലാൻ വേണം. അതായത് ചുമ്മാ ഒരു ടൂറ് പോകുന്നതിന് ഉപരിയായിട്ട് US ആ സമയത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ, ഏതെങ്കിലും ഒരു സ്പോർട്ടിങ് ഇവൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഫറൻസ്, ആ സ്പെസിഫിക് ടൈമിൽ മാത്രം അവിടെ കാണുന്ന ഒരു ഈവൻറ്റിൽ പങ്കെടുക്കാൻ പോകുന്നുള്ളൊരു ലോജിക്കലായിട്ടുള്ള ഒരു ട്രാവൽ പർപ്പസ് നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ ഫൈനാൻഷ്യൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലിയർ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് കുറച്ച് കൂട്ടുക, 6 മാസത്തേക്കെങ്കിലും മിനിമം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക. അപ്പം ഇതൊക്കെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യാറ്. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റീസൺ ഓഫ് ദ വിസ റിജക്ഷൻ. നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് 1 month മുതൽ 3 month വരെ അപ്ലൈ ചെയ്യുന്നതിന് 6 മാസത്തിനപ്പുറം അപ്ലൈ തമ്മിൽ നമുക്കത് കമ്പയർ ചെയ്യാം.
അപ്പം ഫസ്റ്റ് 3 മാസം അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഫാസ്റ്ററായിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. നമ്മളുടെ ഒരു പെർസിസ്റ്റൻസ്, അതായത് നമുക്ക് ഈ വിസ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം എന്നുള്ളൊരു ത്വര അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആകും. പക്ഷേ ഫസ്റ്റ് 1 to 3 months നമ്മൾ റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂ മൈനർ ആയിരിക്കണം. മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിൽ ഫസ്റ്റ് 3 months അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഹോം ടൈസോ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിൽ ആഫ്റ്റർ 6 മാസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിന് ഡിസഡ്വാൻറ്റേജ് കൂടെ പറയാം. പിന്നെ ഫസ്റ്റ് 3 months അപ്ലൈ ചെയ്താൽ റിപ്പീറ്റായിട്ട് ഡിലേ ആയി കഴിഞ്ഞാൽ, 2 പ്രാവശ്യം ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ അപ്രൂവ് ആകാൻ വലിയ പാടാണ്. അപ്രൂവ് ആയ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ 2 പ്രാവശ്യം ഡിലേ കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ക്രൂട്ടിനി, വെരിഫിക്കേഷൻ വളരെ ടൈറ്റ് ആയിരിക്കും. പിന്നെ സഡൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ഓഫീസറിന് ഡൗട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ 6 മാസം കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തു പറയാനാ, നമ്മളെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം. പിന്നെ ഡോക്യുമെന്റ്സിന്റെ കൺസിസ്റ്റൻസി, അതൊക്കെ ഒരു വിഷയമായിട്ട് വരാം. പിന്നെ അവസാനത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വൈ വേർ യു ഡിനൈഡ് ലാസ്റ്റ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഡിഡ്ന്റ് ഷോ എനഫ് പ്രൂഫ് ഓഫ് മൈ ജോബ് ആൻഡ് പ്രോപ്പർട്ടി. Now I have my employer documents with me and my house registration details as well. ആദ്യം എൻ്റെ വിസ ഡിലേ ആയത് എൻ്റെ ജോബ് ലെറ്റർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൻ്റെ ആധാരം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടെന്ന് പറയാം. വാട്ട് വിൽ യു ഡു ഇൻ US? എന്താണ് US ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആം ഗോയിങ് ടു US ടു അറ്റൻഡ് മൈ കസിൻസ് വെഡിങ് ഓൺ ദിസ് ഡേറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ ജോബ് ഓൺ ദിസ് ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റ്, ടൈം ഫ്രെയിം, പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ് പറയും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം റിജക്ഷൻ ആയിട്ട് സെക്കൻഡ് ടൈം ഫില്ലും നമ്മുടെ DS-160 ഫില്ല് ചെയ്തിട്ട് അതിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? കാരണം അവർ ക്രോസ് റെഫറൻസ് ചെയ്യും ആദ്യത്തെ ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ ആപ്ലിക്കേഷനും കൂടെ. സോ DS-160 മാക്സിമം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. കാതലായ എന്തെങ്കിലും മാറ്റം ഉണ്ടായെങ്കിൽ മാത്രം അത് ഉൾപ്പെടുത്തുക. അല്ലാത്ത പക്ഷം DS-160 അതേപോലെ തന്നെ കൊണ്ടുപോവുക. എന്തെങ്കിലും സാലറിയോ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രം ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ട്രാവൽ ഹിസ്റ്ററി, നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി വേറെ വല്ല രാജ്യങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് കൂടെ ആഡ് ചെയ്യുക. അല്ലാതെ വേറെ കാതലായ മാറ്റമൊന്നും വരുത്തരുത്. നമ്മളുടെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം പക്കയായിരിക്കും. പിന്നെ എല്ലാം റെഡിയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം റീഅപ്ലൈ ചെയ്യുക. പുതിയ DS-160 ഫയൽ ചെയ്യുക, പുതിയ ഫീസ് അടച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക, എല്ലാ പുതിയ തെളിവുകളും ഹാജരാക്കുക. എല്ലാ പുതിയ തെളിവുകളും നിങ്ങളുടെ കയ്യിൽ കരുതുക. കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. സോ ഒരു വട്ടം ഡിലേ ആയെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും തളരരുത്. കാരണം വെച്ചാൽ ഇത് എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണമെന്നില്ല. വളരെ പ്രായം ചെന്ന, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടും. പക്ഷെ ചെറുപ്പക്കാർക്ക് ഇത് കിട്ടാൻ കുറച്ചുകൂടെ പാടുള്ളൂ. അത്രയ്ക്കും എന്താ പറയുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം അത് കോമ്പറ്റീറ്റീവ് എക്സാമായിട്ടൊന്നും എടുക്കണ്ട. പക്ഷെ നിങ്ങളതിൽ ഒരു മാക്സിമം എഫേർട്ട് എടുത്ത് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് എടുപിടിയിൽ നിന്ന് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഈ മാസം അപ്ലൈ, അടുത്ത മാസം തന്നെ ഇൻ്റർവ്യൂവിന് പോകാതിരിക്കുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 months പ്ലാൻ ചെയ്ത് സ്റ്റോറി സെറ്റാക്കി, ഐറ്റ്നറി സെറ്റാക്കി, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. പണ്ട് റിജക്റ്റായ ആളുകളുടെ അനുഭവത്തിൽ എന്ന് പറയുന്നത്, വെപ്രാളം പിടിക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. വെപ്രാളം പിടിക്കരുത്. വിസ അപ്രൂവ് ആയ ഒരു കാൻഡിഡേറ്റിന് പാസ്പോർട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കാൻഡിഡേറ്റിന് പുള്ളിക്കാരനോട് പറഞ്ഞു, എനിക്ക് അപ്രൂവ് ആയിരുന്നു, എൻ്റെ പാസ്പോർട്ട് അവർ മേടിച്ചു. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ വെക്കാൻ പറഞ്ഞു. പുള്ളി വെപ്രാളം പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് വെപ്രാളം പിടിച്ചപ്പോഴത്തേക്ക് ഈ ഓഫീഷ്യൽ എന്തോ ഡൗട്ട് അടിച്ചു. അങ്ങനെ പാസ്പോർട്ട് തിരികെ കൊടുക്കുകയുണ്ടായിരുന്നു. സോ ഒരിക്കലും വെപ്രാളം, ബി കാം, കമ്പോസ്ഡ്, ബി ജെന്യുവിൻ വിത്ത് യുവർ ആൻസേഴ്സ്. വളരെ കൂളായിട്ട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ വളരെ പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കുക. ആദ്യത്തെ 30 സെക്കൻഡ് അതുകൊണ്ട് അവർ നിങ്ങളെ
നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള ഡിസിഷൻ എടുക്കും. സോ ആ ഫസ്റ്റ് 30 seconds നിങ്ങൾ അവരെ ഓൺ ചെയ്യണം. യു വിൽ ഹാവ് ടു ഓൺ ദാറ്റ് ഒഫീഷ്യൽ. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ സെക്കൻഡ് ടൈം റീഅപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ലിങ്ക് എല്ലാവർക്കും അറിയാവുന്ന അപ്പോൾ ടെലിഗ്രാം ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ റിപ്ലൈ അയക്കും കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.